إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവോടുകൂടി നമ്മൾ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ ഈ ദിനരാത്രങ്ങളെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞതുപോലെ അയ്യാമ മഅദൂദാത്ത്, തീർത്തും എണ്ണപ്പെട്ട ദിവസങ്ങളായിരുന്നു അത്. യഅതി സരീഅൻ വയദ്ഹബു സരീഅ, പെട്ടെന്ന് വരികയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന എണ്ണപ്പെട്ട ദിനരാത്രങ്ങൾ. ആ പ്രയോഗം അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഇതാ 19 രാവുകൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ റമളാനിലെ നമ്മുടെ ദിവസങ്ങളിലെ ഇബാദത്തുകൾ, നോമ്പ്, അതെല്ലാം ഫലവത്തായ രൂപത്തിൽ നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്ന രൂപത്തിൽ സ്വീകരിക്കുകയും ശേഷിക്കുന്ന അതിമഹത്തായ ദിനരാത്രങ്ങളെ അതിനേക്കാൾ കൂടുതൽ ഫലവത്തായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ 10ലെ ദിവസങ്ങളെപ്പറ്റി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മോട് പറഞ്ഞു. കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ അതിനു മുമ്പുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് കഠിനമായി പരിശ്രമിക്കുകയും ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്യാറുണ്ടായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ ശദ്ദ മിഅ്സറഹ വഅഹ്യാ ലൈലഹ വഅയ്ഖള അഹ്ലഹ, അവിടുത്തെ അരമുണ്ട് മുറുക്കിയെടുക്കുകയും രാത്രിയെ സജീവമാക്കുകയും തന്റെ കുടുംബങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഈ ഹദീസുകളെ വിശദീകരിക്കവേ പറഞ്ഞു, ഈ ഹദീസുകളിലെ പാഠം റമളാനിലെ അവസാനത്തെ 10 നമ്മെ സംബന്ധിച്ചിടത്തോളം ശേഷിക്കുന്ന ദിവസങ്ങൾ ഇതുവരെ നമ്മൾ റമളാനിൽ കാഴ്ചവെച്ച ഇബാദത്തുകളിലെ ഊർജ്ജസ്വലതയേക്കാൾ, പരിശ്രമത്തെക്കാൾ, അധ്വാനങ്ങളെക്കാൾ കൂടുതൽ തിരക്കിട്ട് വ്യഗ്രതപ്പെട്ട് മാത്സര്യ ബുദ്ധിയോടുകൂടി
ഇനിയൊരു അവസരം റമദാനിൽ എനിക്ക് ലഭിച്ചേക്കില്ലെങ്കിലോ എന്ന നഷ്ടബോധത്തിൽ കിട്ടിയ അവസരം പരമാവധി സുവർണാവസരമായി മുതലെടുക്കാൻ, പണിയെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, വരുന്ന ദിവസങ്ങൾ, റമദാനിലെ അവസാനത്തെ 10 ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ നമുക്ക് മുതലാകാൻ, വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്നെയും ഞാൻ നിങ്ങളെയും ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തെ കാര്യം, ഹദീസിൽ നമ്മൾ കേട്ടതുപോലെ ഇഹ്യാഉൽ ലൈൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 രാത്രികൾ സജീവമാക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടുന്ന് രാത്രി അധിക സമയവും, അതല്ലെങ്കിൽ രാത്രി മുഴുവനായും പരമാവധി നിന്ന് നിസ്കരിക്കുകയും ദിക്റുകളും അതുപോലെ തന്നെ ഇബാദത്തുകളും വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ് ഈ ഭാഗത്തെ വിശദീകരിക്കുകയോ പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് രാത്രി പരമാവധി ഇബാദത്തുകളിൽ മുഴുകി, രാത്രി നിസ്കാരങ്ങളിലും ദിക്റുകളിലും ദുആകളിലും ഖുർആൻ പാരായണത്തിലും മുഴുകി പരമാവധി ഉറങ്ങാതെ സജീവമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 10 സുന്നത്തുകളിൽപ്പെട്ടതായിരുന്നു വഅയ്ഖദ അഹ്ല, അവിടുന്ന് തന്റെ കുടുംബത്തെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു എന്നത്. മഹാനായ സുഫ്യാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, താബിഈങ്ങളിൽപ്പെട്ട അദ്ദേഹം, താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച സുഫ്യാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, റമദാനിലെ അവസാനത്തെ 10 കഴിഞ്ഞാൽ എഴുന്നേൽക്കുകയും ഉറങ്ങാതെ രാത്രി നിന്ന് നിസ്കരിക്കുകയും തന്റെ ഭാര്യമാരെയും മക്കളെയും നിസ്കാരത്തിന് വേണ്ടി അവർ സാധിക്കുന്നവരാണെങ്കിൽ, രോഗികളല്ലെങ്കിൽ പ്രായപൂർത്തിയായവരാണെങ്കിൽ അവരെ വിളിച്ചുണർത്തി അവരുമായി ഒന്നിച്ച് രാത്രി നിസ്കാരത്തിലും ഇബാദത്തിലും മുഴുകുന്നതാണ് എനിക്ക് പ്രിയങ്കരം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രിയായാൽ അവിടുത്തെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും കഴിയുന്ന വീടിന്റെ വാതിലിൽ മുട്ടാറുണ്ടായിരുന്നു. ഈ ഹദീസുകൾ വിശദീകരിക്കുക പണ്ഡിതന്മാർ പറഞ്ഞു, റമളാനിൽ എന്ന് പ്രത്യേകം പറയാൻ സാധിച്ചേക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയിലെ പതിവ് രീതികളിൽപ്പെട്ടതായിരുന്നു കുടുംബത്തെ എഴുന്നേൽപ്പിക്കുക എന്നത്. റമളാനിൽ അതിന്റെ പ്രത്യേകതയും പ്രാധാന്യവും കൂടും. അവസാനത്തെ 10 അതിന്റെ ഗൗരവം ഒന്നുകൂടി കൂടും. ഇതാ ഹദീസിൽ നമുക്ക് വായിക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും കഴിയുന്ന വീടിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, അലാ തഖൂമാനി ഫതുസല്ലിയാൻ, നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലേ? സുബ്ഹിന്റെ കാര്യമല്ല പറഞ്ഞത്, ഫജ്റിന് സമയമായിട്ട് എഴുന്നേൽക്കാത്ത അവസ്ഥയല്ല പറഞ്ഞത്, രാത്രി നിസ്കാരത്തിനു വേണ്ടി. അല്ലാ തഖൂമാൻ ഫതുസല്ലിയാൻ, നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലേ, നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാതിലിൽ മുട്ടി വിളിക്കാറുണ്ടായിരുന്നു എന്നതായിരുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ രാത്രി നിന്ന് നിസ്കരിക്കാൻ അവസാന യാമങ്ങളിൽ എഴുന്നേൽക്കുന്ന ഭർത്താക്കന്മാർ, ഭാര്യ എഴുന്നേൽക്കുന്നു, അതല്ലെങ്കിൽ ഭർത്താവ് എഴുന്നേൽക്കുന്നു, ഭാര്യയോ ഭർത്താവോ എഴുന്നേൽക്കാത്ത തന്റെ ഇണയെ, തന്റെ പ്രിയതമനെ അല്ലെങ്കിൽ തന്റെ സഹധർമ്മിണിയെ വെള്ളം കുടഞ്ഞ്, അവരുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞ് രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഭാര്യാഭർത്താക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയട്ടെ. ഇത് വ്യാപകാർത്ഥത്തിൽ റമളാനിലും അല്ലാത്തപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും. തഹജ്ജുദിന്റെ വേളകളിൽ ദീർഘമായി നിസ്കരിക്കും. ചില റിപ്പോർട്ടുകളിൽ കാണാം അദ്ദേഹം ഇശാ നിസ്കാരത്തിന് ശേഷം നിന്ന് നിസ്കരിക്കാൻ ആരംഭിക്കും. അങ്ങനെ രാത്രിയുടെ പകുതിയാകും, അർദ്ധരാത്രിയാകും. അയ്ഖദ അഹ്ലഹു ലിസ്സലാ, എന്നിട്ട് തന്റെ കുടുംബത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കും. അവരോട് പറയും, അസ്സലാ അസ്സലാ, നിങ്ങൾ നിസ്കരിക്കണേ, രാത്രി നിസ്കരിക്കണേ. എന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തു ത്വാഹായിൽ നമ്മോട് ഉണർത്തിയ ആയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുണർത്തിയ ആയത്ത് അവിടുന്ന് പാരായണം ചെയ്യും.
വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നബിയെ, താങ്കൾ താങ്കളുടെ കുടുംബത്തോട് നിസ്കാരത്തെ കൽപ്പിക്കണം, അതിൽ ക്ഷമയോടെ നിലകൊള്ളാൻ അവരോട് കൽപ്പിക്കണം. ഫർള് നിസ്കാരങ്ങളെ കുറിച്ചല്ല, നിർബന്ധമായ നിസ്കാരങ്ങളിൽ വീഴ്ച വരുത്തുന്നതിനെ കുറിച്ചല്ല, അതിനുമപ്പുറത്ത് രാത്രി നിന്ന് നിസ്കരിക്കാൻ, കുടുംബത്തോടൊപ്പം സജീവമായി രാത്രിയെ ഹയാത്താക്കാൻ അവരെ പ്രേരിപ്പിച്ച അവർ കുടുംബത്തെ ഓതിക്കേൾപ്പിച്ച ആയത്തായിരുന്നു ഇത്. ഫർള് നിസ്കാരങ്ങളുടെ വിഷയത്തിൽ, നിർബന്ധമായ ആരാധനകളുടെ വിഷയത്തിൽ പോലും മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം എന്താണ്? ഇന്നത്തെ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ തങ്ങളുടെ കുടുംബത്തിന് നന്മകളിൽ മുന്നേറാൻ നൽകുന്ന പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനവും എത്ര ശുഷ്കമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവസ്ഥ പരിഗണിക്കുക. ചിലപ്പോൾ ഇബാദത്തുകളിൽ മുഴുകുന്നവർ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നവർ, അവർ ഒറ്റയ്ക്ക് അവരും അവരുടെ ഇബാദത്തുമായി പരിമിതപ്പെട്ട് ഒതുങ്ങിക്കൂടുന്നു. തങ്ങളുടെ കുടുംബത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നില്ല, തങ്ങളുടെ കുടുംബത്തിന് പ്രോത്സാഹനം നൽകുന്നില്ല. നന്മയിൽ മുന്നേറാൻ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഒരുമിച്ച് പണിയെടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശിഷ്യ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമുക്ക് കാഴ്ചവെച്ച മഹത്തായ മാതൃകകളിൽ ഒന്നിതാണ് ഐഖല അഹ്ല, കുടുംബത്തെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു. സലഫുകളിൽപ്പെട്ട മഹാനായ ഹബീബ് അബി മുഹമ്മദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഭാര്യ രാത്രി എഴുന്നേൽക്കും, തഖൂമു ലഹു ബില്ലൈൽ, എന്നിട്ട് തഖൂലു ലഹു ബില്ലൈൽ, തന്റെ പ്രിയതമനെ അവർ വിളിച്ചുണർത്തും. എന്നിട്ട് പറയും, ഖദ് ദഹബൽ ലൈൽ, അല്ലയോ ഇതാ നമ്മുടെ രാത്രി ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. വബൈന ഐദീന ത്വരീഖുൻ ബഈദ്, നമുക്ക് മുമ്പിൽ വിദൂരമായ വഴിയാണുള്ളത്, നമുക്ക് പിന്നിടാൻ സുദീർഘമായ വഴിയാണുള്ളത്. വസാദുന ഖലീൽ, എന്നാൽ നമ്മുടെ കയ്യിലുള്ള പാഥേയം അത് വളരെ കുറച്ചാണ്, പരിമിതമാണ്. വഖബാഫിൽ സ്വാലിഹീന വഖദ് സാറത് ഖുദ്ദാമന, അതാ സ്വാലിഹീങ്ങളുടെ രാത്രി നിന്ന് നിസ്കരിച്ച് ഇബാദത്തുകളിൽ മുഴുകി രാത്രിയെ ജീവിപ്പിച്ച സൽക്കർമ്മികളായ സദ്വൃത്തരായ അള്ളാഹുവിന്റെ അടിമകളുടെ സാർത്ഥവാഹക സംഘങ്ങൾ ഇതാ നമ്മിൽ നിന്ന് മുന്നിട്ട് ബഹുദൂരം അവർ സഞ്ചരിച്ചിരിക്കുന്നു. വനഹ്നു ഖദ് ബഖീന, നമ്മളിതാ രാത്രി ഉറങ്ങിക്കിടക്കുകയും പാതയും പരിമിതപ്പെടുകയും സുദീർഘമായി സഞ്ചരിക്കാനുള്ള നമ്മുടെ വഴിയെ, നമ്മുടെ മാർഗത്തെ വിസ്മരിക്കുകയും ചെയ്യുന്നു. നമ്മളിതാ അശ്രദ്ധരായി ഇവിടെ ബാക്കിയായിരിക്കുന്നു എന്നവർ പറഞ്ഞ് തന്റെ ഭർത്താവിനെ ഉണർത്താറുണ്ടായിരുന്നു. മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ, യാ നാഇമൻ ബില്ലൈലി കം തർഖുദ് ഖും യാ ഹബീബി ഖദ് ദനൽ മൗഇദ്, ഓ രാത്രി ഉറങ്ങുന്നവനെ, എത്രയാണ് നീ ഉറങ്ങുന്നത്, എത്രയാണ് നീ ഉറങ്ങിത്തീർക്കുന്നത്? എന്റെ സുഹൃത്തെ, നിന്റെ മരണം അടുത്തിരിക്കുന്നു, നിന്റെ അവസരം ഇതാ സമീപത്തെത്തിയിരിക്കുന്നു. വഖുദ് മിനൽ ലൈലി വഔഖാതിഹി വിർദൻ ഇദാ മാ ഹാജ അർറുഖ്ദു, അതാ രാത്രിയുടെ സമയങ്ങൾ, രാത്രിയുടെ യാമങ്ങൾ നിനക്കൊരു വിർദുണ്ടാകട്ടെ. കുറച്ചു സമയം മാത്രം ഉറങ്ങി ബാക്കി സമയം എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ നീ ശ്രദ്ധ കാണിക്കട്ടെ. മന്നാമ ഹത്താ യൻഖദി ലൈലുഹു ലം യബ്ലുഗിൽ മൻസില ഔ യജ്ഹദു, രാത്രി തീരുവോളം, പകലുടനീളം അധ്വാനിക്കുകയും രാത്രി തീരുവോളം ഉറങ്ങിത്തീർക്കുകയും ചെയ്യുന്നവൻ, അവൻ സ്വർഗത്തിൽ അവൻ അല്ലാഹു ഒരുക്കി വെച്ച മുത്തഖീങ്ങളുടെ പദവി നേടാതെ പരിശ്രമിക്കാതെ ഈ ദുനിയാവിനോട് യാത്രയായേക്കാം എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ, നോമ്പുകൊണ്ട് നാം നേടിയെടുക്കേണ്ടുന്ന തഖ്വ സമ്പാദിക്കുന്ന മുത്തഖീങ്ങളുടെ വിശേഷണമായി സ്വർഗം ഒരുക്കി വെക്കുന്നവർ, സ്വർഗം ലഭിക്കപ്പെടുന്നവർ, സ്വർഗത്തിൽ ആദരിക്കപ്പെടുന്നവർ, അവരുടെ പ്രത്യേകതയായി അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആയത്തുകളുടെ പരമാർത്ഥമാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ, മുത്തഖീങ്ങൾ, നോമ്പുകൊണ്ട് തഖ്വ സമ്പാദിച്ചവർ, അവർ സ്വർഗീയ സോപാനങ്ങളിൽ, തോട്ടങ്ങളിൽ, അറിവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആസ്വദിച്ചു കഴിയുന്നവരായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവർക്കവരുടെ റബ്ബ് നൽകിയ പ്രതിഫലങ്ങൾ, അവർക്കവരുടെ റബ്ബ് നൽകിയ സൽക്കാരങ്ങൾ അതേറ്റെടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടവർ സുഖിച്ചു കഴിയുന്നവരായിരിക്കും. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ അവർക്ക് അങ്ങനെ സുഖിച്ചു കഴിയാൻ സാധിക്കുന്നത്? സ്വർഗത്തിൽ അവർക്ക് ആനന്ദിച്ചാസ്വദിച്ചു കഴിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ദുനിയാവിൽ അവരുടെ ഭൂതകാലം, കഴിഞ്ഞ കാലം അവർ സുഹൃതത്തിൽ മുഴുകിയവരായിരുന്നു. കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർ സുഹൃതം ചെയ്ത നന്മകളിൽ മുഴുകിയവരായിരുന്നു. എന്തായിരുന്നു അവരുടെ സുഹൃതത്തിൽ ഇടം പിടിച്ച മഹത്തായ, അവരുടെ സുഹൃതത്തിന്റെ സുവർണ ഏടുകളിൽ സ്ഥാനം പിടിച്ച മഹത്തായ അധ്യായം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ,
അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുള്ളായിരുന്നു. അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രി അധികവും നിന്ന് നിസ്കരിക്കുകയും രാത്രിയുടെ അവസാന യാമങ്ങളിൽ അത്താഴവേളകളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തെറ്റിൽ നിന്ന് കരഞ്ഞ് കണ്ണുനീർ കുതിർന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടുന്നവരെ പോലെ ഇസ്തിഗ്ഫാറിൽ മുഴുകുന്നവരുമായിരുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ വിശേഷണമായി പറഞ്ഞത് ഇതാണ്: രാത്രിയിൽ അല്പസമയം മാത്രം ഉറങ്ങുക, അധിക സമയം ഉറക്കമൊഴിക്കുക. എന്തിനു വേണ്ടി? അനാവശ്യങ്ങളിൽ, ഹറാമുകളിൽ, സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന വൃത്തികേടുകളിൽ സമയം കൊല്ലാനല്ല, ആസ്വദിക്കാനല്ല, ദുനിയാവിന്റെ വിഭവങ്ങൾ തേടി പായാനല്ല, ദുനിയാവിന്റെ ചർച്ചകളിൽ ഏർപ്പെടാനല്ല, കളി വിനോദങ്ങളിൽ മുഴുകി ഉറക്കം നശിപ്പിക്കാനല്ല, ജീവിതം തുലച്ചു കളയാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ, തന്റെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ച് ഇബാദത്തിൽ മുഴുകി ദുആ ചെയ്ത് തൗബ അധികരിപ്പിച്ച് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് രാത്രിയെ സജീവമാക്കാൻ, അതിനായിരുന്നു അവർ ഉറക്കമൊഴിച്ചത്. കുറച്ചു മാത്രമേ അവർ ഉറങ്ങിയിരുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 പഠിപ്പിച്ച മറ്റൊരു സുന്നത്ത് ഇതാണ്: അഹ്യാ ലൈല, രാത്രി അവിടുന്ന് സജീവമാക്കാറുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, അവിടെ തരമുണ്ട് മുറുക്കിയുടുക്കാറുണ്ടായിരുന്നു. ശദ്ദ മിഅ്സറ. പണ്ഡിതന്മാർ ഈ ഭാഗത്തെ വിശദീകരിക്കവ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ത്യാഗപരിശ്രമത്തിൽ ഏർപ്പെടാൻ വേണ്ടി സുസജ്ജനാകുന്ന പ്രയോഗമാണത് എന്നു മനസ്സിലാക്കാം. മറ്റു ചിലർ പറഞ്ഞു അതാണ് കൂടുതൽ വിശദീകരണത്തിൽ ശരിയോട് യോജിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അവിടുന്ന് തന്റെ ഭാര്യമാരുമായിട്ടുള്ള സഹവാസം, സംസർഗം പാടെ ഒഴിച്ചു നിർത്തുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 തന്റെ ഭാര്യമാരുമായി, പത്നിമാരുമായി ശാരീരിക ബന്ധത്തിലോ സംസർഗത്തിലോ അവിടുന്ന് ഏർപ്പെടില്ലായിരുന്നു. അവിടുന്ന് പാടെ അവരുമായി നിൽക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇഅ്തികാഫിലിരിക്കുന്ന പുരുഷന്മാർ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഭാര്യമാരോട് സംസാരിക്കുന്നത്, ഇടപഴകുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ നമുക്ക് മാതൃകയുള്ളതായി കാണാം. അതിനപ്പുറത്തുള്ള സഹവാസവും സംസർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ, അവസാനത്തെ 10 ഇബാദത്തുകൾ പൂർണ്ണമായി പ്രവർത്തിക്കുന്നതിന് തടസ്സമാകാൻ, വിഘാതമാകാൻ അതൊരു കാരണമായേക്കാം എന്നതിനാൽ അതുവരെ അവിടുന്ന് ഒഴിച്ചു നിർത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് മൂന്നാമത്തെ കാര്യം. അവസാനത്തെ 10 ഭാര്യമാരും സ്ത്രീകളുമായിട്ടുമുള്ളവരോടുള്ള സഹവാസവും സംസർഗവും പരിമിതപ്പെടുത്തുക എന്നുള്ളത്. നാലാമത്തെ കാര്യം, ഇഗ്തിസാലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ അശാഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത്, അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ, അവർ നമുക്ക് കാഴ്ചവെച്ച മഹത്തായ ഒരു സുന്നത്താണ് 2 ഇശാകൾക്കിടയിൽ, അതായത് ഇശാ നിസ്കാരത്തിനും ഫജ്റിന് മുമ്പ്, തഹജ്ജുദ് നിസ്കാരത്തിന് മുമ്പായി കുളിക്കുക എന്നുള്ളത്, ശുദ്ധി വരുത്തുക എന്നുള്ളത്. മഹാനായ താബിഈ ഹമ്മാദ് ഇബ്നു സലമ റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈങ്ങളിൽ ശ്രേഷ്ഠനായ സാബിത്തുൽ ബുനാനി, ഹുമൈദിന് ത്വീൽ, ഈ 2 താബിഈങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവർ റമളാനിൽ അവസാനത്തെ 10 കഴിഞ്ഞാൽ ഏറ്റവും നല്ല, അവരുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു. വയതതയ്യബാനി വയുതയ്യിബൂനൽ മസ്ജിദ്, അവർ സ്വയം നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കുകയും മസ്ജിദുകളിൽ സുഗന്ധം പരത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ബിന്നുദൂഹി വദ്ദുഹ്ന, മസ്ജിദുകളിലെ മുസല്ലകളിൽ നല്ല സുഗന്ധങ്ങൾ അത് പുരട്ടുകയും അതുപോലെ തന്നെ ബഖൂർ പോലത്തെ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ മുൻഗാമികളുടെ മാതൃക ഇതായിരുന്നു. അവർ കുളിക്കാറുണ്ടായിരുന്നു. കുളിച്ച് ശുദ്ധിവരിച്ച്, ചില പണ്ഡിതന്മാർ പറഞ്ഞു ജുമഅക്കും ഈദിനും ഒരുങ്ങുന്നത് പോലെ അവർ നല്ല വസ്ത്രം, നല്ല സുഗന്ധം ഉപയോഗിച്ച് രാത്രിയിൽ ഉന്മേഷവാന്മാരായി പള്ളിയിലും നല്ല സുഗന്ധം പരത്തി അവർ സജീവമാക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇഅ്തികാഫിലുള്ളവർ ഇശാഇന് ശേഷം കുളിക്കൽ സുന്നത്താണ്. തഹജ്ജുദിന് വേണ്ടി, ഖിയാമുൽ ലൈലിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. ഉള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. മസ്ജിദ് നല്ല മണം പരത്തുന്ന സുഗന്ധങ്ങൾ പ്രയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കൽ സുന്നത്താണ്. മഹാനായ സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാ, താബിയായ അദ്ദേഹം സഹാബിയായ തമീമുദ്ദാരിയെ തൊട്ട് ഉദ്ധരിക്കുന്നു. അദ്ദേഹം 1000 ദിർഹം കൊടുത്ത് വാങ്ങിയ ഒരു മുന്തിയ വസ്ത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആർക്ക്? മഹാനായ സ്വഹാബി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്.
അദ്ദേഹം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള രാവുകളിൽ അത് പ്രത്യേകമായി എടുത്തു ധരിക്കാറുണ്ടായിരുന്നു. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്നു. സഹോദരങ്ങളെ, റമളാനിൽ നിന്ന് മാത്രമല്ല, ഇഅ്തികാഫിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന വേളയിൽ നിന്ന് മാത്രമല്ല, എല്ലാ സമയത്തും മസ്ജിദുകളിൽ ഏറ്റവും നന്നായി വൃത്തിയോടെ സുഗന്ധം പൂശി നല്ല വസ്ത്രം, ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും മേന്മയുള്ള വസ്ത്രം ധരിച്ചു വരൽ, ശർഈയായ ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു വരൽ എക്കാലത്തും സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ നിങ്ങൾ നിങ്ങളുടെ സീനത്തിനെ, അലങ്കാരത്തെ മുറുകെ പിടിക്കണം. സഹോദരങ്ങളെ, അല്ലാഹുവാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അല്ലാഹു അഹഖു അൻ യുതസയ്യന ലഹ്, അല്ലാഹുവാണ് നമ്മൾ അണിഞ്ഞൊരുങ്ങാൻ, അത് കാണാൻ, അത് വീക്ഷിക്കാൻ ഏറ്റവും അർഹൻ. അല്ലാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രത്തിലും അലങ്കാരത്തിലും പ്രത്യക്ഷപ്പെടേണ്ടത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ്. ചില ആളുകൾ അവർ മസ്ജിദിലേക്ക് വരുമ്പോ ഏറ്റവും മോശമായ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള വസ്ത്രം, അതല്ലെങ്കിൽ വീട്ടിൽ സാധാരണഗതിയിൽ ധരിക്കുമ്പോഴുള്ള വസ്ത്രം, എന്നാൽ അവരൊരു കല്യാണത്തിന് പോയാൽ, 4 ആളുകൾ കൂടുന്ന ഫംഗ്ഷനിലേക്ക് പോയാൽ ഉള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രവും സുഗന്ധമൊക്കെ പുഷി ആളുകളെ കാണിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങും, വൃത്തിയായി നടക്കും. പടപ്പുകളുടെ പടച്ചവന്റെ മുമ്പിലേക്ക് അവർ 5 നേരം വരുമ്പോൾ തോന്നിയ വസ്ത്രം ധരിക്കും. തോന്നിയ വസ്ത്രം ധരിക്കുന്നതിനപ്പുറത്ത് ഇസ്ലാമികമായി പാലിക്കേണ്ടുന്ന നിർബന്ധമായ മാനദണ്ഡങ്ങൾ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി കൊടുക്കുക എന്നതുപോലും അള്ളാഹുവിന്റെ മുമ്പിൽ നിഷ്കർഷതയോടെ പാലിക്കാത്ത അവസ്ഥ നമ്മുടെ ഉമ്മത്തിൽ അധികം ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മസ്ജിദുകളാണ്, അള്ളാന്റെ മുമ്പിലാണ് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും മാന്യമായ, ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും സുഗന്ധപൂരിതമായ വസ്ത്രവും വേഷവും ധരിക്കാൻ അർഹതയുള്ളത്. പ്രത്യേകിച്ച് റമളാനിൽ അവസാനത്തെ 10 ഇഅ്തികാഫിന്റെ വേളകളിൽ, ഖിയാമുൽ ലൈലിൽ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ ഈ വിഷയത്തിൽ പ്രത്യേകം നമ്മൾ പരിശീലിപ്പിക്കണം. ഉറങ്ങി ഇഅ്തികാഫിന് വേണ്ടി മസ്ജിദിൽ കഴിയുന്നവർ അവർ ഉറങ്ങുകയും ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും വേണ്ട രൂപത്തിൽ വായ ശുദ്ധീകരണം നടത്തുകയോ, അതല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ചൂടുകാലമാണ്, വിയർപ്പിന്റെയും മറ്റുമെല്ലാം ദുർഗന്ധം നീക്കാതിരിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ പടപ്പുകൾക്കിടയിൽ, മസ്ജിദുകളിൽ മലക്കുകളുടെ സാന്നിധ്യത്തിനിടയിൽ അങ്ങനെ ഇബാദത്ത് അലസമായി, വൃത്തിഹീനമായി നിർവഹിക്കുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുൻഗാമികളുടെ മാതൃക ഏതല്ല എന്ന് നാം മനസ്സിലാക്കി. സഹോദരങ്ങളെ, അതിനപ്പുറത്ത് ബാഹ്യമായ ശുദ്ധിയും വൃത്തിയും സുഗന്ധവും ഒക്കെ ശ്രദ്ധിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ നമ്മൾ ആന്തരികമായ ശുദ്ധി കൈവരിക്കണം. ഒരേ സമയം ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ച വൃത്തിയുടെ, ശുദ്ധിയുടെ പാഠങ്ങളിൽപ്പെട്ടതാണ്. ഉള്ളിൽ നിന്ന് നമ്മുടെ പാപങ്ങളും തിന്മകളും കഴുകിക്കളഞ്ഞ് തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹുവിലേക്കുള്ള ഖേദിച്ചുള്ള മടക്കവുമെല്ലാം അധികരിപ്പിച്ച് നമ്മളുടെ ഉള്ളകങ്ങൾ നമ്മൾ ശുദ്ധിയാക്കണം. അകം മിനുക്കാതെ പുറം മിനുക്കിയിട്ട് എന്താണ് കാര്യം? ഉള്ള ശരിയാവാതെ പുറം നന്നായിട്ട് എന്താണ് കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികൾക്ക്, മനുഷ്യവർഗത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയവേ അവർക്ക് അവരുടെ ന്യൂനതകൾ, ഔറത്തുകൾ മറച്ചുവെക്കാൻ വസ്ത്രം നൽകിയെന്ന് പറഞ്ഞു. എന്ന് തുടരെ അള്ളാഹു പറഞ്ഞു, വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രം, ഉള്ളകങ്ങൾ ഹറാമിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിലക്കുകളിൽ നിന്ന്, മോശമായ ചിന്തകളിൽ നിന്ന്, ഉള്ളകങ്ങൾ പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന തഖ്വയുടെ വസ്ത്രം, അതാണ് ഏറ്റവും ഖൈറായ വസ്ത്രം എന്ന് നാം മനസ്സിലാക്കണം. ഖൽബ് നന്നാകാതെ ശരീരം നന്നാകുകയില്ല. ഹൃദയങ്ങൾ പാപക്കറകളിൽ നിന്ന് മുക്തമാകാതെ, ഹൃദയങ്ങൾ തിന്മയുടെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ശുദ്ധീകരിക്കാതെ നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മുടെ ഇബാദത്തുകളും നന്നാവുകയില്ല. അതുകൊണ്ട് ഒരേ സമയം ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഇതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം അൽ-ഇഅ്തികാഫ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നിരുന്നു. മസ്ജിദിൽ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഒഴിഞ്ഞിരുന്നു എന്ന മഹത്തായ സുന്നത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ റമദാനിലും അവസാനത്തെ 10 ദിവസങ്ങളിൽ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫലമ്മാ കാന അൽ-ആമു അല്ലദീ ഖുബില ഫീഹി ഇഅ്തകഫ 20, അവിടുന്ന് മരണപ്പെട്ട വർഷം, ആ വർഷത്തിലെ റമദാനിൽ അവസാനത്തെ 20 ദിവസങ്ങളും പൂർണ്ണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നു എന്ന് കാണാം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ, മനുഷ്യരുമായ സകല ബന്ധങ്ങളും വിച്ഛേദിച്ച് മനുഷ്യരുടെ പടച്ചവനായ റബ്ബുൽ ആലമീനുമായി മാത്രം ബന്ധം സ്ഥാപിക്കുന്ന, അള്ളാഹുമായി ഒഴിഞ്ഞിരിക്കുന്ന, തനിച്ചിരിക്കുന്ന ഇഅ്തികാഫായിരുന്നു. ശരിയാണ്, മസ്ജിദിൽ ധാരാളം പേർ ഇഅ്തികാഫിനുണ്ടാകും.
സാമൂഹികമായി നിർവഹിക്കുന്ന ഒരു രൂപം മസ്ജിദിനകത്തായതുകൊണ്ട് നമുക്കുണ്ടാകും. മസ്ജിദ് നമ്മുടെ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലല്ലോ. എന്നാൽ എന്നിരുന്നാലും കൂടി മസ്ജിദിലുള്ള തന്നോടൊപ്പം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന തന്റെ സഹകാരികൾ, തന്റെ സഹചാരികൾ, തന്റെ വേണ്ടപ്പെട്ടവർ, ആദർശ സുഹൃത്തുക്കൾ, അവരോടുള്ള സംസാരം വരെ നമ്മൾ ശ്രദ്ധിക്കണം. അനാവശ്യമായൊരു വാക്ക്, എന്റെ ശബ്ദം കേൾക്കുന്ന ഇന്ന് രാവ് മുതൽ ഇഅ്തികാഫിനെ നിയ്യത്ത് വെച്ച എന്റെ സഹോദരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായി നമ്മോടടുത്ത് ഇബാദത്ത് ചെയ്യുന്ന നമ്മുടെ സഹോദരനോട് ഒരു വാക്കുപോലും ഉരുവിടുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ് അല്ലാഹുമായി തനിച്ചിരിക്കാനാണ്. അല്ലാഹുമായി തനിച്ചിരിക്കുക എന്ന് പറഞ്ഞ് മസ്ജിദിൽ വന്ന് കൂട്ടുകാരുമായി ഒരുമിച്ചിരുന്ന് സ്വറ പറയുന്ന ഇഅ്തികാഫ്, അതിന്റെ ഇഅ്തികാഫാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹുമായി ഒറ്റപ്പെട്ട് തനിച്ചിരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുമായി തനിച്ചിരിക്കാൻ ഈത്തപ്പന നാരുകൊണ്ട് മോല കൊണ്ടുമുണ്ടാക്കിയ ഒരു പായ സമാനമുള്ള സംഗതി കൊണ്ട് ഒരു അറയുണ്ടാക്കി. അവിടത്തേക്ക് മാത്രം കഴിഞ്ഞുകൂടാൻ ഈത്തപ്പന ഓല കൊണ്ടും നാരുകൊണ്ടുമുണ്ടാക്കിയ ഒരു ഹസീർ, അതുകൊണ്ടൊരു ഹുജറയുണ്ടാക്കി, ഒരറയുണ്ടാക്കി. അവിടുന്ന് ആരിലേക്കും ശ്രദ്ധയില്ലാതെ അള്ളാഹുലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇഅ്തികാഫ് സമ്പന്നമാക്കുമായിരുന്നു. സ്ത്രീകളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകന്നു നിന്നിരുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. പറയുമ്പോൾ അവിടത്തേക്ക് എത്ര പത്നിമാരുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാനായ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അന്നൽ മുഅ്തകിഫ ലാ യുസ്തഹബ്ബു ലഹു മുഖാലതത്തുൻ നാസ്. ഇഅ്തികാഫിനെ സമ്പൂർണ്ണമായി നിയ്യത്ത് ചെയ്തവനാണോ ജനങ്ങളുമായി കൂടിക്കലർ, അവന്റെ പ്രതിഫലത്തിൽ വീഴ്ച വരുത്തും. അതല്ല പൂർണ്ണമായ ഇഅ്തികാഫ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇമാം സുന്ന എന്നറിയപ്പെട്ട നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ മഹാനായ ഇമാമികൾ എണ്ണപ്പെടുന്ന അൽ-ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം പറയുന്നു, ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാനോ അതുപോലെ തന്നെ ഖുർആൻ പാരായണം, റമദാനിൽ ഓത്തറിയുന്ന ആളുകൾക്ക്, ഹിഫ്ളുള്ള ആളുകൾക്ക് ഖുർആൻ പരസ്പരം കേൾപ്പിക്കുക എന്നുള്ള സുന്നത്താണ്. അവസാനത്തെ 10 ഇഅ്തികാഫിന്റെ വേളയിൽ അതുപോലും ചെയ്യാതിരിക്കലാണ് ഇഅ്തികാഫിന്റെ പൂർണ്ണതക്കനുഗുണം എന്ന് അദ്ദേഹം പറയുകയാണ്. ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്ന കുറച്ചു സമയം, ജനങ്ങൾ അവർ ഖുർആൻ നന്നായി അറിയുന്നവർക്ക് ഖുർആൻ അത് ഓതിക്കൊടുക്കുന്ന സമയം പോലും അള്ളാഹുമായി തനിച്ചിരിക്കാൻ അവർ ബദ്ധശ്രദ്ധാലുക്കളായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ ആ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ ഇഅ്തികാഫും മുൻഗാമികൾ, സലഫുകൾ, ഇമാമിങ്ങൾ അവരെ ഇഅ്തികാഫും നമ്മളൊന്ന് താരതമ്യം ചെയ്യുക. സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ പരിപൂർണമായ ഇഅ്തികാഫ് അതിൽ മുഴുകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മുൻഗാമികൾ ചിലർ റമളാനിലെ ഇഅ്തികാഫിനെ പറ്റി ഇപ്രകാരം നിർവചിച്ചു: ഖത്ഉൽ അലാഇഖി അനിൽ ഖലാഇഖ്, അല്ലാഹുവിന്റെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധങ്ങളുടെ വിച്ഛേദനം, ലിത്തിസാലി ബിഖിദ്മത്തിൽ ഖാലിഖ്, അവരുടെ ഖാലിഖായ സൃഷ്ടാവായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവന്റെ സേവകനായി, അവന്റെ അടിമയായി മാറുന്ന ആത്മീയമായ ഇലാഹിലേക്കുള്ള ബന്ധത്തിന്റെ പുനഃസ്ഥാപനം. വകുല്ലമാ ഖവിയത്തിൽ മഅരിഫതു ബില്ലാഹി വൽ മഹബ്ബതു ലഹു വൽ ഉനുസു ബിഹി ഔറസത് സാഹിബഹാ അൽ-ഇൻഖിതാഅ ഇലല്ലാഹി തആല ബിൽ കുല്ലിയത്തി അലാ കുല്ലി ഹാലിൻ. എപ്പോഴാണോ അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരടിമയുടെ അറിവ്, അള്ളാഹുവിനോടുള്ള സ്നേഹം, അവനോടുള്ള അവന്റെ ആത്മബന്ധം, അവന്റെ ആത്മീയമായ ഉന്നത നിലവാരം, അള്ളാഹുള്ള ഭയം, പ്രതീക്ഷ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ് എന്ന ഉബൂദിയത്തിന്റെ ഭാവം ഒരാളിൽ എത്രത്തോളം സുശക്തമാകുന്നോ അത്രത്തോളം സൃഷ്ടികളുമായുള്ള ബന്ധത്തിൽ നിന്ന് അവൻ വിച്ഛേദിക്കപ്പെട്ട് സൃഷ്ടാവുമായുള്ള ബന്ധത്തിലേക്ക് അവൻ ഏകാന്തമായി തനിച്ചിരിക്കുന്ന ഇഅ്തികാഫ് അത് നിർവഹിക്കുന്നവനായിത്തീരും എന്ന് മുൻഗാമികൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നമ്മുടെ ഇഅ്തികാഫ് ഈ രൂപത്തിൽ ഈ റമളാനിൽ മാറ്റമുണ്ടാകുന്ന ഇഅ്തികാഫായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാനത്തെ 10 ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണല്ലോ നമ്മൾ ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇഅ്തികാഫും, അവിടുന്ന് അരക്കച്ച മുറുക്കിയെടുത്തതും, അവിടുന്ന് രാത്രിയെ സജീവമാക്കിയതും, അവിടുന്ന് തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തിയതും, മുൻഗാമികൾ ശുദ്ധിയോടെ, വൃത്തിയോടെ, ആന്തരികവും ബാഹ്യവുമായ പരിശുദ്ധിയോടെ
ഈ രാവിനെ വരവേറ്റതുമെല്ലാം എന്തിനു വേണ്ടിയാണ്? ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. ഈ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ 10 രാവുകളിൽ ഒരൊറ്റ രാവുണ്ട്, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ 83-ലേറെ വർഷം ഒരു പുരുഷായുസിന്റെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാവുന്നതിനേക്കാൾ ഒരൊറ്റ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുണ്യങ്ങളും അല്ലാഹുവിൽ നിന്നുള്ള ബറക്കത്തും റഹ്മത്തും നന്മകളും അതിന്റെ വാതായനങ്ങൾ തുറന്നിടുന്ന, മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന, മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് ഭൂമി നിറയുന്ന, ഭൂമി ഇടുങ്ങിപ്പോകുന്ന ആ മഹത്തായ രാവ് അതിനുവേണ്ടി അധ്വാനിക്കാനാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ, മദീനയുടെ ഇമാം ദാറുൽ ഹിജ്റ റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, പിൽക്കാലക്കായ സ്വഹാബത്തിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന് എനിക്ക് കൈമാറി വന്ന ഒരു മഹത്തായ രഹസ്യമുണ്ട്. എന്താണത്? ലൈലത്തുൽ ഖദറിനെ പറ്റിയുള്ള രഹസ്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മത്തിന്റെ ആയുസ്സിനെ പറ്റി അറിയിക്കപ്പെട്ടു, അല്ലെങ്കിൽ കാണിക്കപ്പെട്ടു. തന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ് പരിമിതപ്പെടുന്നത് എന്ന് അവിടുന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മുൻകാല അംബിയ മുർസലീങ്ങളുടെ സമൂഹങ്ങൾ അവർ ആയുസ് തന്റെ ഉമ്മത്തിന്റെ ആയുസിനെ അപേക്ഷിച്ച് താരതമ്യേന വർദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വർധനവിലായിരുന്നു എന്ന് അവിടുന്ന് മനസ്സിലാക്കി. ആയുസ് കുറയുന്നതിനാൽ തന്റെ ഉമ്മത്തിന്റെ സൽക്കർമ്മങ്ങൾ, അവരുടെ നന്മകളുടെ ശേഖരം അത് കുറഞ്ഞു പോകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശങ്കയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ ഉമ്മത്തിനോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി ഇതാ ഒരായുസ് കൊണ്ട് നേടാവുന്നതിലും അപ്പുറം ഒരു രാവ് കൊണ്ട് നേടാൻ വേണ്ടി അവരോടുള്ള കാരുണ്യത്തിന്റെ വിശാലതയുടെ ഭാഗമായി ഫഅതാഹു അല്ലാഹു ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരൊറ്റ രാവ്, ആ രാവ് അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു, അവർക്ക് ഔദാര്യമായി നൽകി. യാ സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, മഹാനബി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ലൈലത്തുൽ ഖദർ വർഷത്തിൽ ഒരു ദിവസമാണ് എന്ന് പ്രത്യേകിച്ച് നിർണയിക്കാതെ, പ്രത്യേകിച്ച് ഏതെങ്കിലും മാസത്തിലോ ദിവസങ്ങളിലോ പരിമിതപ്പെടുത്താതെ നമ്മോട് അറിയിച്ചെങ്കിൽ പോലും ഒരു വർഷത്തിലെ ആ ഒരു ദിവസത്തിന് വേണ്ടി ആ വർഷം മുഴുവൻ അധ്വാനിക്കാൻ കടപ്പെട്ടവരാണ് ഒരു യഥാർത്ഥ മുസ്ലിം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 അതിന് തീർച്ചയായും പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കെ, അവസാനത്തെ 10 പോലും പണിയെടുക്കാൻ മാനസികമായ കരുത്ത് ലഭിക്കാത്തവർ, ദൃഢനിശ്ചയം ചെയ്യാത്തവർ, മനസ്സ് പാകപ്പെടാത്തവർ, അവരവസ്ഥ എന്താണ്? അവരെത്ര ഹരഭാഗ്യരാണ്, അവരുടെ ദീനിയായ നിലവാരം എത്ര പരിതാപകരമാണ് എന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മഹത്തായ വാചകങ്ങളാണ് ഞാൻ ഈ കേൾപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ, ഒരു പുരുഷായുസ് കൊണ്ട് നമുക്ക് നേടാവുന്നതിനേക്കാൾ, ഒരു രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിക്കുന്ന ആ മഹത്തായ രാവ്, അത് നമ്മൾ മറന്നുകൂടാ. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരാണോ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഈമാനോടെ, ഇഹ്തിസാബോടെ, പ്രതിഫലേച്ഛയോടെ, ഈമാനിന്റെ കരുത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിന്ന് നിസ്കരിച്ചത്, അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിലെ ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അവസാനത്തെ 10 പ്രധാനപ്പെട്ട സുന്നത്തുകൾ നാം സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ശ്രദ്ധയോടെ, കരുതലോടെ പ്രാവർത്തികമാക്കി അവസാനത്തെ 10 രാത്രിയെ സജീവമാക്കി ഇബാദത്തുകൾക്ക് പരസ്പരം പ്രോത്സാഹനം നൽകി, കുടുംബത്തെ വിളിച്ചുണർത്തി അരക്കച്ചമുറുക്കി പണിയെടുക്കാൻ, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ, ഇന്ന് പ്രവർത്തനത്തിന്റെ വേദിയിൽ കർമ്മനിരതരാകാൻ, നാളത്തെ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് പേടിയോടെ ഒരുങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ ഈ പരിശുദ്ധ റമളാനിന്റെ പുണ്യകരമായ ദിനരാത്രങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ, ഫിലസ്തീനിന്റെ മക്കളുടെ ദീനരോധനങ്ങൾ നമ്മൾ അറിയാതെ പോയിക്കൂടാ, നമ്മൾ കേൾക്കാതെ പോയിക്കൂടാ. സഹോദരങ്ങളെ, നമ്മൾ അവരിൽ നിന്ന് വിദൂരത്താണ്. പക്ഷേ നമ്മുടെ മനസ്സും അവരുടെ മനസ്സും ഒരു മാലയുടെ മുത്തുമണികളെപ്പോലെ ഇസ്ലാമിന്റെ മഹത്തായ ആദർശത്തിൽ കോർത്തിണക്കപ്പെട്ടതാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അല്ലാഹുൽ ഈമാനുള്ള, അല്ലാഹുവിന്റെ റസൂൽ ഈമാനുള്ള, പരലോകത്തിൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സഹായം, ഒരു മുസ്ലിമിന്റെ വജ്രായുധം, ഹിസ്നുൽ മുസ്ലിം അദ്ദുആ, അല്ലാഹുവിനോടുള്ള ആത്മാർത്ഥമായ ദുആകളാണ്. പ്രത്യേകിച്ച് നോമ്പുകാരന്റെ ഉത്തരം ലഭിക്കപ്പെടുന്ന സമയങ്ങളിലെ തന്റെ
സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ആ സാന്നിധ്യത്തിലുള്ള ദുആ. നോമ്പുകാരൻ ഉത്തരം ലഭിക്കുന്ന പ്രത്യേക സമയങ്ങൾ, പ്രത്യേകിച്ച് തഹജ്ജുദിന്റെ വേള, ഖിയാമുൽ ലൈലിൽ, അതുപോലെ തന്നെ സുജൂദിൽ, നിസ്കാരത്തിൽ സലാം ഇട്ടുന്നതിന് തൊട്ടുമുമ്പ്, നോമ്പ് തുറക്കുന്ന വേള, നോമ്പിലുടനീളം നമ്മൾ ചെയ്യുന്ന ദുആക്ക് പ്രത്യേകം ഫലപ്രദമായ സ്വാധീനമുണ്ടാകും. അതോടൊപ്പം ഒരു മുസ്ലിം തന്റെ മുസ്ലിമായ സഹോദരന്റെ സാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആ സ്വീകരിക്കപ്പെടുന്ന ദുആകൾപ്പെട്ടതാണ്. ഈ ദുആ യഥേഷ്ടം കൈയില്ലാതെ കണക്കില്ലാതെ നിർവഹിക്കാൻ നമുക്ക് അവസരമുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക, നമുക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم يا رب العالمين. اللهم أعز المسلمين والإسلام، اللهم أعز الإسلام والمسلمين في كل مكان، اللهم أعز الإسلام والمسلمين في كل مكان. اللهم انجل المستضعفين في فلسطين، اللهم انجل المسلمين المستضعفين في فلسطين، اللهم انجل المسلمين المستضعفين في فلسطين. اللهم دمر أعداءهم، اللهم دمر أعداءهم وزلزلهم يا رب العالمين. اللهم عليك باليهود العاصبين، اللهم عليك باليهود العاصبين، اللهم عليك باليهود العاصبين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.